ഈ സംഭവം നടന്നിട്ടുള്ള റിയൽ ഇൻസിഡന്റിലുള്ള ആൾക്കാരാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇത് റിയൽ ആയിട്ട് അനുഭവിച്ചാണ് നിങ്ങൾ ഈ ഒരു ഇൻസിഡന്റ്? അപ്പൊ ഒന്നുകൂടി ഞങ്ങൾ അതിലൂടെ തന്നെ പോയി തിരിച്ച് പറയാനില്ല. അടിപൊളി സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് സിനിമ നമ്മ പ്രതീക്ഷനെക്കാട്ടും അപ്പുറമായിട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു എന്താ പറയാ, ഒരു വിഷമങ്ങൾ അന്ന് ഞങ്ങൾ നടന്ന ആ ഒരു കറക്റ്റ് സാധനം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് സിനിമയിൽ. പേടിച്ചിട്ടില്ല എന്ന് വെച്ചാല് വീട് കഴിഞ്ഞപ്പോ മരിച്ചു പോയെന്ന് പറഞ്ഞപ്പോ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ വിളി കേട്ടോടെ പിന്നെ ഞങ്ങൾക്ക് പവറായി. അവരെടുത്ത് ചോദിക്കണം. ഈ രക്ഷപ്പെടില്ല എന്ന് പറയുന്നുണ്ടല്ലോ, എല്ലാരും പറയുന്നത് രക്ഷപ്പെടില്ല. രക്ഷപ്പെടൂലെന്ന് പല ആൾക്കാരും രക്ഷപ്പെട്ടാനേ. അത് നമ്മ ഒരു 10 മിനിറ്റ് വിളിച്ച് കേട്ടില്ലെങ്കിൽ അവര് പറഞ്ഞിട്ട് പോകുന്ന പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പ്രശ്നം കുറെ പേര് സാധനം രക്ഷപ്പെട്ടാനേ. അത് വിളിച്ച് നമ്മ ഉണർന്ന് അവൻ സുഭാഷ് എന്ന് പറഞ്ഞാ 6 ഞാൻ അതൊരു ക്യാരക്ടറാണ്. അപ്പൊ അമ്മ ഫുൾ ടൈമിന് വിളിച്ച് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണേ ഫുൾ ടൈം. അങ്ങനെ ത്രോട്ട് ചെയ്ത് ചെവിയിലങ്ങാണ്ട് കേറിയിട്ടാണ് പൊട്ടി. അതിലാണ് ഞങ്ങളെ പവർ. അതേപോലെ തന്നെ നമ്മ അവനെ തിരിച്ച് വീട്ടിൽ വരെ കൊണ്ടുവന്ന് വീട്ടുകാരെയൊന്നും അറിയിച്ചില്ല. ഞങ്ങൾ ആ ഒരു സീനൊക്കെ കയറുന്നു. വടംവലി ഞങ്ങൾ പണ്ട് ചെറുപ്പം മുതൽ വടംവലിയാ, ഇപ്പോഴും വലിക്കാറുണ്ട്. മനുഷ്യ വ്യക്തി എന്ന് പറഞ്ഞാല് കുട്ടനെ അത് എക്സ്പീരിയൻസ് കുട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കണം. കുട്ടൻ ഒന്നും പറയാനില്ല, സൂപ്പറാണ്. പിന്നെ കുട്ടനല്ലെങ്കിലും ഞങ്ങൾ കൂട്ടത്തിൽ ആരെങ്കിലും ഇറങ്ങിയാനെ, അവരാരും ഇറങ്ങൂലെന്ന് പറഞ്ഞപ്പോ നമ്മ ആരെങ്കിലും ഒരാൾ ഇറങ്ങണമല്ലോ. ഞങ്ങൾ അവന്റെ ബോഡിയെങ്കിലും ഞങ്ങൾ കൊണ്ടുവരാതെ ഞങ്ങൾ അവിടുന്ന് പോരില്ലായിരുന്നു. മരിച്ചെന്ന് പറഞ്ഞാൽ 13 പേര് സെയിം കുഴിയിലാ പോയേക്കണം. വേറെ ഇഷ്ടംമാതിരി കുഴികളുണ്ട് അവിടെ, പക്ഷെ ഈ കുഴിയിലാണ് 13 പേരും പോയേക്കണത്. വേറെ ചെറിയ കുഴിയുമാണ്. അതിലാണ് അതിന്റെ പ്രത്യേകത. അതാണ് സാധനം. ഡെവിൾസ് കിച്ചൺ എന്ന് പറയുന്ന സംഭവം ചെറിയൊരു കുഴിയാണ്. അതിൽ 13 പേര് പോയിട്ട് ഇതേവരെ ഒരാളെ ഒന്നും എടുത്തിട്ടില്ല. 14ാമത്തെ ആളാണ്. അത് ഞങ്ങൾ പൊക്കി. ചരിത്രമാണ്. ഇങ്ങനെ ഉണ്ട്. 2006 ഫുള്ള് ന്യൂസൊക്കെ ആണുള്ള സംഭവം. ഫുള്ള് ന്യൂസായി. പുള്ളിക്ക് തീരതക്കുള്ള അവാർഡ് കിട്ടിയതാണ്. കുട്ടേട്ടൻ തന്നെ ഇറങ്ങിയല്ല, അവര് ഓപ്ഷൻ ആരും ഇറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ കൂട്ടത്തിൽ ഒരാള് ഇറങ്ങി. കുട്ടേട്ടൻ തന്നെ ഇറങ്ങിന്നല്ല, ഒരാളങ്ങോട്ട് ഇറങ്ങി. എല്ലാരും കൂടെ ഇറങ്ങാൻ പറ്റൂല, ഒരാളിറങ്ങി. സിനിമ ഒന്നും പറയാല, സൂപ്പർ. ആദ്യം കുറച്ച് ബോറടിയൊക്കെ ഉണ്ട്, പക്ഷെ ടൂർ പോണ തൊട്ട് പടം ഒന്നും പറയാനില്ല, സൂപ്പറായിട്ടുണ്ട്. ഓർമ്മകളല്ല, കരഞ്ഞു പോയി സത്യം പറഞ്ഞ. അത് നിങ്ങൾ കണ്ടു നോക്കൂ സിനിമ, അപ്പോഴറിയാൻ പറ്റുള്ളൂ. അടിപൊളി ക്യാമറ, ഡയറക്ടർ മുറ്റി, പിന്നെ അഭിനയിച്ചേക്കണ എല്ലാരും അടിപൊളി, ഒന്നിനൊന്ന് വെച്ചാണ്. എല്ലാവർക്കും ഞങ്ങൾക്ക് ഓരോ കഥാപാത്രത്തിന്റെയും ഓരോ പേർക്കും പല പല സ്വഭാവങ്ങളാണ്. അപ്പൊ അതനുസരിച്ചാണ് ഇവര് പലവരുടെ ഇതെടുത്തേക്കുന്നത്. ഞാനിത് ശബ്ദം കൂടി സംസാരിക്കണതാണ്. പണ്ടേ എന്റെ വീട്ടിലെ തൊട്ട് ഞാൻ ശബ്ദം കൂടി സംസാരിക്കുന്നത്. കറക്റ്റ് ബാലു ഇത് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നും പറയില്ല. എന്റെ ചേട്ടനാണ് സിജു ജീൻ ചെയ്തേക്കണം. ഞങ്ങളെ ഇവര് ഇന്റർവ്യൂ ഇഷ്ടമാരാശി എടുത്തിട്ടാണ് സിനിമ തുടങ്ങിയത്. അത് ഒരു 5-8 മാസം മുമ്പ് തന്നെ വന്ന് എല്ലാം ചെയ്ത്. ഇതിനു മുമ്പ് കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല, അവരൊക്കെ വഴി പോയി. പക്ഷെ ഇപ്പൊ ചെയ്തപ്പോ അന്നത്തെ ചെയ്തെങ്കിൽ ചിലപ്പോ ഇത് അത്രയും വരില്ലായിരുന്നു. സൂപ്പറായിട്ടുണ്ട്. ഇത്രയും വലിയ ആക്ടേഴ്സ് സൗഭിക നമ്മുടെ ജീവിതത്തിൽ ഞാനുണ്ട് സിനിമയില്, ചെറിയൊരു സീനില്. കുട്ടേട്ടനില്ല, അവിടെ ഇരിപ്പുണ്ടല്ലോ കുട്ടേട്ടാ. ഇത് കൃഷ്ണകുമാർ, അതില് മറ്റേ നമ്മളെ ഇത് നമ്മുടെ ഗണപതി ജീൻലാൽ, ഇത് എന്റെ ചേട്ടനാണ്ടാ, പേര് സിജു. അതേപോലെയൊക്കെ തന്നെ, ഒന്നും പറയാനില്ല, എല്ലാം അതേപോലെയൊക്കെ തന്നെ. പിന്നെ സെന്റി ആയി പടം കരഞ്ഞു പോയി. വളരെ നല്ല അടിപൊളിയായിട്ടുണ്ട് സംഭവം എടുത്തിട്ടുണ്ട്. നമ്മൾ അനുഭവിച്ചതിന്റെ കുറെ ഭാഗങ്ങൾ അതേപോലെയൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് രീതിയിൽ. അന്നേരം അവിടെ ലൈവായിട്ട് നമ്മ അനുഭവിച്ചതിന്റെ കുറെ ഭാഗങ്ങൾ അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് വെള്ളം വന്ന് ലാസ്റ്റ് ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. അത് കുഴിയിലോട്ട് കട്ടയും കല്ലൊന്നും വീഴാതിരിക്കാൻ വേണ്ടി കിടക്കുന്ന സീനൊക്കെ.
അതൊക്കെ കറക്റ്റ് അതേപോലത്തെ കുറെ ഭാഗങ്ങൾ അതേപോലെ ഞങ്ങളുടെ ഇന്റർവ്യൂ ഒക്കെ നേരത്തെ ഇവര് ചെയ്തായിരുന്നു. അല്ലാതെ ഇവരെല്ലാം എടുത്തതാണ് ഈ പടത്തിന്റെ ഇത്. അതെ അതെ നമ്മള് 18 കൊല്ലം മുമ്പ് നടന്ന സംഭവമല്ല. നമ്മളെ ഒറ്റ ഇത് കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഇങ്ങനെയൊക്കെ നടന്നെന്നുള്ളത്. ഞങ്ങൾ വടംവലിക്കാൻ പോവായിരുന്നു. കപ്പൊന്നും അടിക്കാനൊന്നുമില്ല. കപ്പ് അടിക്കണ പ്രൊഫഷണൽ ടീമുള്ളല്ലേ. നമ്മ വടംവലിക്കാൻ പോവായിരുന്നു.